ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട്? ഇന്ന് വെള്ളിയാഴ്ചയിലെ ഒരു കൊച്ചു വീഡിയോ ആണ് നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബീഫ് റെഡിയാക്കണം. 2 തക്കാളി വെച്ചെടുത്തിട്ടുണ്ട്. തക്കാളിൻ്റെ ഈ ഭാഗം നമുക്ക് പൊളിച്ച് നോക്കിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പുഴുങ്ങിയെടുക്കാം. ബീഫൊക്കെ പാത്രത്തിലായിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് പാകത്തിന് ഉപ്പിട്ടെടുത്തിട്ട് എളുപ്പത്തിൽ റെഡിയാക്കാം. പിന്നെ മസാല തയ്യാറാക്കണം എന്നാണ് പറഞ്ഞത്. വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ഇഞ്ചി ഇതൊക്കെ കുത്തിച്ചതക്കണം. അതിന് വേണ്ടിയിട്ട് അത് കട്ട് ചെയ്യുമ്പോഴത്തേന് ഇത് റെഡിയാവും. കുക്കർ കുത്തിക്കാൻ നോക്കട്ടെ കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അടുത്തായിട്ട് നമുക്ക് കുക്കറിൽ വെച്ചേക്കാം. നമ്മൾ റെഡിയാക്കാം. അങ്ങനെ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് തേങ്ങാച്ചോറാണ്. തേങ്ങാച്ചോറാകുമ്പോൾ ഉലുവടണ്ടേ, ഉലുവടണം. നമുക്ക് ഇത്ര ഉലുവ കുറച്ച് വെച്ച് ഉലുവട്ടാൽ മാത്രം പോരല്ലോ, അത് കേകി കൊണ്ടുവരണല്ലോ. കേകി കൊണ്ടുവന്നിട്ട് തേങ്ങ ഇടണം, ഉള്ളി ഇടണം. അരി കേകി കൊണ്ടുവന്നു. അടുത്തായിട്ട് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇല്ലാത്ത എന്ത് തേങ്ങാച്ചോറില്ല. അപ്പോൾ തേങ്ങ ഇടുന്നത് ഉള്ളി തപ്പിയാം. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഉണ്ടാക്കാം. ചെറുതാക്കിയിട്ട് കട്ട് ചെയ്യണം. ലാസ്റ്റ് നമുക്ക് ഉപ്പ് ചേർക്കാം. അപ്പം നമ്മൾ ഇത് നന്നായിട്ട് കുഴച്ച് എടുക്കുമ്പോഴാണ് അതിന് പ്രത്യേക തരം ടേസ്റ്റ്. അതുകൊണ്ട് കണ്ണടച്ചിട്ട് കുഴക്കുക എന്നാണ് പറയുള്ളത്. കണ്ണരിയുണ്ട്, ഉള്ളിയല്ലേ. 4.25 കപ്പ് വരെ വെള്ളം വെച്ചെടുക്കാൻ പറ്റും കേട്ടോ. 2 കപ്പ് ഇതായിട്ട് നമ്മൾ കൊടുക്കണേ. ഇതും കൂടി കുറച്ച് ചേർത്തെടുക്കാം. വേസ്റ്റേജിൻ്റെ തവിടോയിലാണ് കേട്ടോ. അപ്പം നമ്മൾ ഈ കുക്കറിലേക്ക് വെള്ളം ഒഴിക്കാൻ പോകുന്നു കേട്ടോ. അടഞ്ഞു വന്ന വെള്ളമാണ്. ഇതെല്ലാം ഒഴിച്ചെടുക്കാണ്. വെള്ളം പുറത്തേക്ക് പോയി വയനനുസരിച്ച് ഇറപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കത്തിച്ചാടി ഉള്ളി തൊട്ടിട്ട് അലർച്ചി വന്നൊക്കെ തുമ്മിയ വീഡിയോ വൈറലാകും. എന്നാൽ തുമ്മ എനിക്ക് മനസ്സില്ല. ആ കോലത്തിൽ ഇടങ്ങാറായിരുന്നു. ഉള്ളി തൊട്ടിട്ടാണ്. അപ്പോൾ നമുക്കിത് അടച്ച് വെക്കാം. കുക്കറിൽ കൂട്ടിച്ചെടുക്കാം. 1-2 വിസിൽ വന്നാൽ നമുക്ക് ഓഫാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് മസാല തയ്യാറാക്കാം ബീഫിലേക്കുള്ള. ഓക്കെ, ഈ അലക്കുൽക്ക് സാധനങ്ങൾക്ക് ചട്ടിക്ക് കണ്ണാണല്ലേ. കണ്ണാണാൻ വേണ്ടിയിട്ടല്ല തുറന്ന് വെച്ചിരിക്കണം. വെല്ലുള്ളി വാട്ടിയതാണ്. അതിൻ്റെ കൂട്ടത്തിലുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ട് നല്ലോണം വയറ്റി എടുത്തിട്ടുണ്ട്. നമ്മുടെ മസാലകൾ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മൾ മിക്സിയിലിട്ട് കൊണ്ട് എല്ലാം കൂടി അരച്ചതാണ്. വോയിസിൻ്റെ ഒപ്പം വീഡിയോൻ്റെ ഒപ്പമൊക്കെ നമ്മൾ പായതുകൊണ്ട് നമ്മൾ കുറേ വോയിസ് അവർക്ക് കൊടുക്കേണ്ടി വന്നു എന്നാണ് പറഞ്ഞു വരുന്നത്. ഈ ഒരു തേങ്ങ തീക്കണ്ടിടുക എന്നാണ് ചുരുക്കി പറഞ്ഞു വരുന്നത്. എല്ലാ പൊടികളും നിങ്ങൾ എന്തൊക്കെയാണോ പൊടികൾ ഇടുന്നത് അതൊക്കെ ഇടുക. കൂട്ടത്തിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടെടുക്കണം. കുറച്ച് കുരുമുളക് ഇട്ടെടുക്കണം. എന്നിട്ട് അരച്ചിടുന്ന പേസ്റ്റാണ്. ബാക്കി നിങ്ങൾ എന്തൊക്കെ തേങ്ങാക്കൊലിയിലെ പൊടിയാണോ അതൊക്കെ ഇട്ടുകാണ്ട് റെഡിയാക്കുക എന്നാണ് പറയാനുള്ളത്. എന്താ പറയേണ്ടത്? ബീഫ് പുഴുങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളം അധികം കുറച്ച് നേരം ഒഴിച്ചു കൊടുത്തിട്ടേ നമ്മൾ കുറച്ച് നേരം കൂടി അടുപ്പത്ത് വെച്ച് കാണ്ടേ പിന്നെ നമ്മൾ ഈ കുക്കർക്ക് എന്നോട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. ആ ഒരു തേങ്ങ നമ്മൾ ചോറ്റിക്കൊണ്ട് പറഞ്ഞാണ് തിന്ന്. വേറൊരു നിവൃത്തിയില്ല. അത്രേ ഉള്ളൂ. ഓക്കെ ബായ്. ഇത് പുതിയ ആളുകൾക്ക് വേണ്ടിയിട്ട് അവതരിപ്പിച്ചിട്ടുള്ള റെസിപ്പിയാണ്. ഇതൊക്കെ ഞാൻ കുറേ മുമ്പ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഓക്കെ ബായ്. അടുത്ത വീഡിയോയിൽ കാണാൻ ഇപ്പോൾ ചോറിച്ചേ നടക്കുള്ളൂ. വോയിസ് അവറിനെ കുറച്ച് ടൈം കിട്ടിയില്ല. അപ്പോൾ പച്ചക്കുത്ത് മാറുന്ന വരെ ആ മസാല തീക്കിട്ട് കൊടുത്തുകാണ്ടേ കുറച്ച് നേരം അടുപ്പത്ത് വെച്ചുകാണ്ട് തീ സിമ്മിലാക്കിയാണ്ടല്ലേ ആ തേങ്ങ കുറച്ച് നേരം അവിടെ വെക്കണം എന്നാണ് പറഞ്ഞത്. ആ തേങ്ങ എന്ന് പറഞ്ഞ തേങ്ങയല്ല കേട്ടോ. ഈ കുക്കറിലുള്ള ഈ അൽക്കുൽക്ക് സാധനമല്ലേ നമ്മളെ ബീഫ് കറി. അതാണ് ചുരുക്കി പറഞ്ഞ് വന്നത്. ഓക്കെ ബായ്. അടുത്ത